ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ അറിയിക്കും. സിൽവർ ലൈനിനായി വീണ്ടും ശ്രമം നടത്താൻ കേരളം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും. കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ടു പോകാനാവുകയുള്ളൂ. അതേസമയം ഇതുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു. എന്നാൽ അതിനു പകരം വന്ന ഈ ശ്രീധരന്റെ ബദല് പദ്ധതി മുന്നിൽ വെച്ച് കേന്ദ്രവുമായി ചർച്ച നടത്താനായിരിക്കും കേരളം ശ്രമിക്കുക. ഈ ശ്രീധരന് മുന്നോട്ടുവെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും. സമവായത്തിലെത്താനായാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകും, മറിച്ചായാൽ പദ്ധതി ഇല്ലാതാകുന്ന സ്ഥിതിയുമുണ്ടാകും. നിലമ്പൂരിൽ 12 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. PV അൻവറിന് 52 കോടിയോളം രൂപയുടെ ആസ്തിയുണ്ട്. കൂടാതെ 20 കോടി രൂപയുടെ ബാധ്യതയുമുണ്ട്. CPIM സ്ഥാനാർത്ഥിയായ M സ്വരാജിന് 13 ലക്ഷം രൂപ കൈവശമുണ്ട്. അദ്ദേഹത്തിന് 9 ലക്ഷം രൂപയുടെ ബാധ്യതയും ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് 8 കോടിയോളം രൂപയുടെ ആസ്തിയും 72 ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട്. അദ്ദേഹത്തിന് എതിരായും 2 കേസുകൾ നിലവിലുണ്ട്. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. 3 പ്രമുഖ മുന്നണികളും PV അൻവറും നേർക്കുനേർ വരുന്നതോടെ നിലമ്പൂർ ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. UDFന് വേണ്ടി ആര്യാടൻ ഷൌക്കത്ത്, LDFന് വേണ്ടി M സ്വരാജ്, NDA സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ്, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയായി PV അൻവർ. ഇതാണ് നിലമ്പൂരിൽ തെളിയുന്ന മത്സരചിത്രം. സൂക്ഷ്മ പരിശോധനയും കടന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും പൂർത്തിയാകുമ്പോഴേ അന്തിമ ചിത്രം വ്യക്തമാക്കുകയുള്ളൂ. എങ്കിലും ഏറെക്കുറെ ഇതുതന്നെയാകും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ ലൈൻ. സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ ഊന്നിയായിരിക്കും LDFന്റെ പ്രചരണം. ഭരണവിരുദ്ധ വികാരം ചർച്ച ആകാതിരിക്കാൻ LDF പരമാവധി സൂക്ഷ്മത പുലർത്തും. സർക്കാരിന് എതിരായ വികാരം ആളിക്കത്തിക്കാനായിരിക്കും UDFന്റെ ശ്രമം. ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ഇടപെടലും UDF നടത്തും. ഗണ്യമായ തോതിൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലത്തിൽ പരമാവധി വോട്ടുകൾ നേടാനായിരിക്കും BJPയുടെ ശ്രമം. സ്കൂൾ പ്രവേശനോത്സവം, ഹയർ സെക്കൻഡറി, 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടന്നു. SSMHSS തയ്യാലിങ്ങൽ സ്കൂൾ ജൂൺ 2 നടന്ന പരിപാടി തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ മുഹമ്മദ് റാബി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഫീഖ് മീനടത്തൂർ, ജയരാജൻ, ജാബിർ, മദർ PTA, നിലാവ് നിസ, പ്രിയ, സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് മാഷ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ ബിജു എബ്രഹാം സ്വാഗതവും പ്രധാന അധ്യാപകൻ ചാക്കോ മാഷ് നന്ദിയും അർപ്പിച്ചു. ന്യൂനമർദ്ദത്തിന് ശക്തി കുറഞ്ഞു, മഴ കുറയുമെന്ന് കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിലെ യെല്ലോ അലേർട്ട്. സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതും പടിഞ്ഞാറന് കാറ്റിന്റെ ശക്തി കുറഞ്ഞതുമാണ് മഴ കുറയാനുള്ള കാരണമായി പറയുന്നത്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അടുത്ത 3 മണിക്കൂറിലെ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിലെ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മമ്മൂട്ടിയും രജനികാന്തും പുതിയ തലമുറയ്ക്ക് മുന്നിലൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുവെന്ന് സിമ്രാൻ. തെന്നിന്ത്യയിൽ താൻ ആദ്യമായി അഭിനയിച്ചത് മമ്മൂട്ടിയുടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നുവെന്നും മമ്മൂട്ടി അന്നും ഇന്നും ഒരേപോലെ ഇരിക്കുന്നുവെന്നും സിമ്രാൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ എനിക്ക് നേരിട്ട് അവസരം ലഭിക്കുകയായിരുന്നു. ഒരു ഓഡിഷൻ പോലും നൽകേണ്ടി വന്നില്ല. മമ്മൂട്ടി ഒരു ഇതിഹാസ നായകനാണ്. ഞാൻ അവസാനമായി കണ്ട മമ്മൂട്ടി ചിത്രം ബസൂക്കയാണ്. അതിൽ എന്റെ അനുജൻ സുമിത് നവാൽ ചിത്രത്തിൽ ഒരു വില്ലൻ വേഷം ചെയ്തിരുന്നു, സിമ്രാൻ പറയുന്നു. സിമ്രാന്റെ അനുജൻ സുമിത് നവാൽ ഇതിനു മുൻപ് ബിഗ് ബി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനുജനായി അഭിനയിച്ചതിനെക്കുറിച്ചും സിമ്രാൻ സൂചിപ്പിച്ചു. താൻ അടുത്തിടെ കൂടുതലും കണ്ടത് മലയാളം സിനിമകളാണ് എന്ന് സിമ്രാൻ എടുത്തു പറഞ്ഞപ്പോഴായിരുന്നു അവതാരകൻ മമ്മൂട്ടിയെക്കുറിച്ച് ചോദിച്ചത്. അടുത്തിടെ നടി ജ്യോതികയും സിമ്രാനും ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പൊതുവേദിയിലുണ്ടായ പോരും തമിഴ് സിനിമ ലോകത്ത് ചർച്ചയായിരുന്നു. പേര് സൂചിപ്പിക്കാതെ തൊടുത്തുവിട്ട ആരോപണം ജ്യോതികയെ ഉദ്ദേശിച്ചാണെന്ന് സിമ്രാൻ ഒരു അഭിമുഖത്തിൽ ഭാഗികമായി സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് Z Pro News.